watching India's first NGO television, Malanadu TV India. നമസ്കാരം. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച ശ്രീ സന്തോഷ് വർമ്മയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം സന്തോഷേ. സന്തോഷ് വർമ്മയുടെ ബാല്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമായിരുന്നു. എങ്ങനെയുള്ള ബാല്യമായിരുന്നു? എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വന്നത്? ആ ബാല്യത്തെക്കുറിച്ച് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. ബാല്യകാലം തൃപ്പൂണിത്തുറയിലായിരുന്നു. എൻ്റെ സ്വദേശം തൃപ്പൂണിത്തുറയാണ്. അമ്മ സംഗീതാധ്യാപികയായിരുന്നു. ഞങ്ങളുടെ കുടുംബം എല്ലാവരും അത്യാവശ്യം പാടുന്നവരും അല്ലെങ്കിൽ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ എഴുത്തിൻ്റെയും അല്ലെങ്കിൽ എനിക്കുണ്ടായ താളബോധത്തിൻ്റെയും ഒക്കെ ഒരു ആധാരം. അന്നത്തെ ആ ബാല്യത്തിലെ ആ നിറച്ച് തൃപ്പൂണിത്തുറയിലെ സംഗീതമയമായിട്ടുള്ള അന്തരീക്ഷം, ക്ഷേത്രത്തിലെ സംഗീത കച്ചേരികൾ, അതല്ലാതെ കൂട്ടുകാരുമൊത്തുള്ള കലാപ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി പരിപാടികളുമായിട്ട് മുന്നോട്ട് നീങ്ങിയൊരു ബാല്യമായിരുന്നു അത്തച്ചമയം. ഒരുപാട് രസകരമായ ഒരു ബാല്യമായിരുന്നു. ആ ബാല്യത്തിൽ അന്നൊക്കെ എനിക്ക് ഒരു ചെറുപ്പകാലം മുതലേ കൂടുതൽ ഇഷ്ടം നാടകമായിരുന്നു. നാടകം ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഒരു നാടകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് വരികൾ കുറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു 10-12 വയസ്സുള്ള സമയത്ത്. അതാണ് എൻ്റെ ഗാനരചന എന്ന് പറയുന്ന ഇതിലേക്ക് ഞാൻ കടന്നു വരുന്ന ആദ്യത്തെ ഒരു സന്ദർഭം. അതിനുശേഷം പിന്നെ അങ്ങനെ ഗാനരചനയൊന്നും അധികം ഉണ്ടായില്ല. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ നാട്ടിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഗാനരചനയിലേക്ക് വന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു 7 വയസ്സുള്ളപ്പോൾ ജി നാരായണസ്വാമി സാറിൻ്റെ അടുത്ത് മൃദംഗം പഠിച്ചു. അപ്പോൾ ഒരു 8 വർഷത്തോളം മൃദംഗത്തിൽ ഞാൻ പഠനം തുടരുകയും അതിനുശേഷം പല വാദ്യങ്ങളും, താളവാദ്യങ്ങൾ പലതും വായിക്കാനുള്ളൊരു ആവേശം എൻ്റെ അടുത്തുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഡ്രംസ് പഠിച്ചു തുടങ്ങി. എൻ്റെ അമ്മാവൻ്റെ മകൻ രാജ്മോഹൻ വർമ്മ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഡ്രംസ് അഭ്യസിച്ചത്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ബാല്യമായിരുന്നു. എന്ന് മുതലാണ് ആദ്യം എഴുതിയതിനെ കുറിച്ച് ഓർമ്മയുണ്ട്? എന്നാണ് ആദ്യം എഴുതിയത്? നാടകത്തിന് വേണ്ടി? അതൊരു ഭക്തിഗാനം ആയിരുന്നു ആദ്യമായിട്ട് എഴുതുന്നത്. അതിൻ്റെ ഓർമ്മ എനിക്ക് മുഴുവൻ വരികളൊന്നും ഓർമ്മയില്ല. അന്നൊരു നാടകത്തിൻ്റെ തുടക്കത്തിൽ പാടാൻ വേണ്ടിയിട്ട് കുറച്ച് വരികൾ എഴുതാൻ ശ്രമിച്ചു എന്നുള്ളത്. ഒരു പാട്ടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു പ്രായത്തിൽ എഴുതിയൊരു എഴുത്ത്, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 15 വയസ്സ് കഴിഞ്ഞ്, അത് 10th ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആ സമയത്താണ് കൂടുതൽ ഈ ഗാനരചനയിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ പലതും എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ എഴുതി ആ ഒരു എഴുത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെയൊക്കെ അവസാനമാണ് ഒരു അവസരങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നതും. ആദ്യ പാട്ട് പുറത്തു വന്നത് ആകാശവാണിയിലൂടെയാണ്. ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ പണ്ട് സംപ്രേഷണം ചെയ്യും, ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിലാണ് എൻ്റെ ആദ്യമായിട്ടുള്ള പാട്ട് പുറത്തു വരുന്നത്. അതൊക്കെ 10-20 വയസ്സിന് ശേഷമാണ്. അപ്പോൾ കുറേ കാലം എഴുതി കയ്യിലൊക്കെ വെച്ച് സുഹൃത്തുക്കളും ഒക്കെ അത് കണ്ടും ഒക്കെ പ്രോത്സാഹിപ്പിച്ചും ഒക്കെയാണ് അതിന് ശേഷം ഞാൻ ഇത് അയക്കുന്നതും. അങ്ങനെ ആകാശവാണിയിൽ ആദ്യത്തെ പാട്ട് വരുന്നു. ജി.എൻ. സ്വാമി ട്രസ്റ്റ് തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ്റെ ഫാദറിനാണ്. അപ്പോൾ അത് ഈ മൃദംഗമാണ് പഠിച്ചല്ലേ? അവിടെയല്ല ഞാൻ പഠിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണന്റെ അച്ഛൻ ആണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം അന്ന് എൻ്റെ വീട്ടിൽ വന്ന്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് വീട്ടിൽ വന്ന് പഠിപ്പിക്കുക. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ശ്രേഷ്ഠ രാധാകൃഷ്ണേട്ടനാണ് ലോകം മുഴുവൻ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടി. അപ്പം അത് സന്തോഷ് വർമ്മയെ സംബന്ധിച്ചുള്ളത് എത്രത്തോളം ഒരു പാട്ടിൽ എപ്പോഴും റിതമിക്കാണ്. ഭാരതം എന്ന് പറയുന്നത് തന്നെ ഭാവം, രാഗം, താളമാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അത് എഴുതാൻ, അത് പഠിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുമ്പം അതിന് കോർത്തിണക്കിക്കൊണ്ടാണല്ലോ ഓരോ ലൈൻസ് കോർത്തിണക്കി. അപ്പം അത് എത്രത്തോളം ഈസി ആകാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ ഇൻസ്ട്രുമെൻ്റ് ഇപ്പം എല്ലാ ഇൻസ്ട്രുമെൻറ്റിനോടും താല്പര്യമുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അത് സന്തോഷിന് എത്രത്തോളം സാധകമാകുന്നുണ്ട്? താളം എന്നുള്ളത് മനസ്സിൽ ഉള്ളത് തന്നെ നമുക്ക് എഴുത്തിൽ ഒരുപാട് തുണ ഉണ്ടാകും. അതെ.
അതായത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയായാലും അതൊരു വൃത്തത്തിലായിരിക്കും എഴുതിപ്പോ, ഒരു താളത്തിലായിരിക്കും എഴുതിപ്പോ. അപ്പോൾ എവിടെയും സംഗീത സംവിധായകർക്ക് അത് ട്യൂൺ ചെയ്യുന്ന സമയങ്ങളിൽ അതിനെ മാറ്റേണ്ടി ഒന്നും വരില്ല, കാരണം കൃത്യമായ താളം ഉണ്ടാവും അതിന്. അതാണ് നമ്മൾക്ക് ബേസിക്കായിട്ട് നമുക്ക് ഒരു എഴുതുന്നവർക്ക് ഒരു താളം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സംഗീത സംവിധായകർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്യൂണിട്ട് പാട്ട് എഴുതുക എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ആദ്യം ട്യൂണിട്ട ശേഷം അതാണ് സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് താളം ഇട്ടാലും കൃത്യമായ ഒഴുക്കിൽ അത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണം. അത് ശരിയാണ്. അപ്പോൾ അതിൽ എനിക്കത് ഇപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് വർമ്മ എഴുതിയ സന്തോഷിൻ്റെ ഒരു ഗാനങ്ങൾക്ക് ഒരു നാടൻ ശീലുകൾ തോന്നുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നമൊരു ചാക്ക്, അത് തലയിൽ താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞി കേട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇത് ഒരു പക്ഷേ ഈ ചാക്ക് എന്നൊരു വാക്ക് സന്തോഷ് എന്ന് പറയുന്ന ഗാനരചയിതാവാണ് ആദ്യമായി മലയാള സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ആ ഒരു കാരണം ഏറ്റവും സ്വപ്നം പേര് നടക്കുന്ന ഒരു കുന്നോളം സ്വപ്നം പേര് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന തരത്തിലാണ് താങ്കളുടെ ഒരു രീതി. ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇലക്ട്രിക്കൽ ബീറ്റുകൾ പോലെയുള്ള സോങ്ങുകൾ വരുന്നുണ്ട്, ഭയങ്കര കോലാഹലം. പക്ഷേ അപ്പോൾ അത് നമുക്ക് സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് പാട്ടെഴുതാൻ അങ്ങക്ക് ഒരു അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ താളബോധം എൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ളത് കൊണ്ട്, ഞാൻ ചെറുപ്പകാലത്തെ താളം പഠിച്ചതുകൊണ്ടും ഒരു സംഗീത കുടുംബത്തിൽ പിറന്നതുകൊണ്ടും ഒക്കെ എനിക്ക് അതൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ വെല്ലുവിളികളുള്ള താളങ്ങൾ തന്നെ എഴുതുക തന്നെയാണ് എൻ്റെ ഒരു ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. അപ്പം അത് എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ട്യൂണിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേ ഇല്ല. അത് നമുക്ക് നമ്മളെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. ഓർക്കസ്ട്രയിൽ എന്ത് വന്നാലും അതിനൊരു ഈണം ഉണ്ടല്ലോ ബേസിക്കായിട്ട്. ആ ഈണത്തിൽ വളരെ കൃത്യമായ ഇതിലെഴുതാൻ കഴിയും എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് ഇത് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട്. ഓക്കെ. ഈ വയലാർ രാമവർമ്മ, അതുപോലെ പി ഭാസ്കർ സാറ്, അതുപോലെ തന്നെ പൂച്ചാൽ ഖാദർ, പിന്നെ 80s 90s അവരൊക്കെ എഴുതുന്നതിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, അവരെഴുതുന്നതിലൊരു കവിതയുടെ ഒരു ടച്ചുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. അതിനുശേഷം 80s to 90s വരെ ഈ എന്താ പറയുക ഷിബു ചക്രവർത്തി, വിജു തിരുമല, കൈതപ്പുറം, അങ്ങനെ അവസാനം ജോൺസൺ മാഷ്, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവരെ ഒന്നും അനുകരിക്കാതെ സന്തോഷ് വർമ്മ എന്ന ഗാനരചയിതാവ് വേറിട്ട ശൈലിയുടെ നവനീയമായ ഒരു പാത പിന്തുടരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം അങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അത് എനിക്ക് എൻ്റെതായ ഒരു ശൈലി എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടുപളർന്നത് മുഴുവൻ ഇതുപോലെ നമുക്ക് മുൻപിൽ ഈ ഗാനരചനാ രംഗത്ത് വന്ന് കടന്നുപോയ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ നമ്മുടേതായ ഒരു ഇതുണ്ടാക്കിയെടുത്തത്. അതിൽ പലപ്പോഴും ശൈലീബന്ധങ്ങളൊക്കെ കാണാം. അതായത് മറ്റുള്ള പലരുടെ പാട്ടുകൾ പോലെയും ഒക്കെ ഇരിക്കാം. കാര്യം നമ്മൾ കേട്ടുപളർന്നത് അതാണ്. അപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അതുണ്ട് പലരുടെയും പാട്ടുകൾ. ആ പാട്ടുകളാണ് നമുക്ക് പാട്ട് എഴുതണമെന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രേരണാശക്തി നമുക്ക് മുൻപ് കടന്നു പോയിട്ടുള്ള ആളുകളുടെ പാട്ട് തന്നെയാണ്, ആരാധന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറിട്ടൊരു ശൈലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പാട്ടുകൾ കേൾക്കുന്നവർക്ക് എനിക്ക് വേറിട്ടൊരു ശൈലി ഉണ്ടെന്ന് തോന്നിയാൽ അത് ഉണ്ടായിരിക്കാം. അതെനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് മനഃപൂർവ്വമായിട്ടൊരു ശൈലി, എൻ്റെതായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആ പാട്ടുകൾക്ക്, ആ സിനിമയ്ക്ക്, ആ സിറ്റുവേഷന് ഇണങ്ങുന്ന രീതിയിൽ ഏറ്റവും നന്നായി ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ലളിതമായിട്ട് ആ പാട്ടുകളെ സമീപിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു ശൈലിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അത് കേൾവിക്കാർ നിശ്ചയിക്കുന്നതാണ് അങ്ങനെ ഒരു ശൈലി. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ശൈലിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല, അത് ഈസിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ഇതാണ് കാര്യം. സിനിമാ പാട്ടിൻ്റെ ഏറ്റവും മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യമാണ്. ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും സാധാരണക്കാരനിലേക്ക് ചെല്ലേണ്ട ഒരു കവിതയാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പാട്ട് എഴുതുന്നത്. ഒരിക്കലും അത് പിന്നെ ഓരോ സിനിമകളുടെ സിറ്റുവേഷൻ, അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ എന്താണ് ആ കഥാപാത്രം എന്ന് അറിഞ്ഞുകൊണ്ട് ആ കഥാപാത്രം പറയുകയാണെങ്കിൽ എന്തൊക്കെ
അവിടെ പറയാം. അങ്ങനെ എഴുതിയാണ് താങ്കൾ? പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പാട്ട് എഴുതുന്നത്. അപ്പോൾ അത് ഏറ്റവും ലളിതമാകണം എന്നുള്ളത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. കഴിഞ്ഞാൽ ഇത് സിനിമാ പാട്ട് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ സംഗീതമാണ്, അതിൻ്റെ പാട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എഴുതുമ്പോൾ അത്രയും ലാളിത്യം നമ്മൾ മനഃപൂർവ്വം തന്നെ അത്രയും ലളിതമായിട്ട് എഴുതണം. ഈ ഒരു ബിഗ് ബിയിലെ എന്താ പറയുക, ആ സിറ്റുവേഷൻ ആദ്യം അമൽനീരദ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടാണോ? കാരണം ആ സോങ് അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ ഭയങ്കരമായ ഫീൽ ചെയ്യുന്ന ഒരു സോങ്ങാണ്. കാരണം അനാഥത്വം നിറഞ്ഞ ബാല്യത്തിൽ നിന്ന് അവരെ ഒരു ടീച്ചർ എടുത്തു വളർത്തിയിട്ട് അവസാനം ആ ടീച്ചർ ആ അമ്മ മിസ്സാകുമ്പം അവർക്കുണ്ടാവുന്ന അവർ പോയി അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു അത് എഴുതാനുള്ള അത് മ്യൂസിക് ചെയ്തതിന് ശേഷമാണോ എഴുതിയത്? അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് സന്തോഷം? ആ ഒരു സോങ് വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, അത് അതിൻ്റെ ഒരു 2 ലൈന് സന്തോഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മോളാൻ പറ്റുമോ? വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ, ഇരുളടയുകയാണോ മിഴിയിണയുടെ കൂടുകൾ, വിധിയിലെരി വേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയേ അലയേ. അത് ആ പാട്ടിൻ്റെ ഒരു ഈണം കേൾപ്പിക്കുന്നതോടൊപ്പം തന്നെ അമൽനീരദ് അതിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഈ ട്യൂൺ കേട്ടപ്പോൾ വളരെ മനോഹരമായൊരു ഈണം അൽഫോൺസിൻ്റെ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമ ബിഗ് ബി ആണ്, ഞാൻ അൽഫോൺസും കൂടി. അമൽനീരദുമായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ആ പടത്തിൻ്റെ അപ്പോൾ ഈ ഒരു ട്യൂൺ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വിട പറയുകയാണോ ഈ സിറ്റുവേഷൻ കേട്ട് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ എഴുതി വെച്ചിരുന്നു വിട പറയുകയാണോ എന്നുള്ളത്. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ ആ പാട്ട് ചെയ്തത് പലവട്ടം തിരുത്തി എഴുതിയും ഒക്കെയാണ് ആ പാട്ടിലേക്ക് ബാക്കിയുള്ള വരികളെല്ലാം ഉണ്ടാക്കിയത്. അത് ഒരു മാസത്തോളം സമയം കൊണ്ട് പതുക്കെയാണ് ചെയ്തത്. അല്ലേ? ആ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റാൻസ് ആണെങ്കിൽ പോലും ഇരുളടയുകയാണോ മിഴിയിണയുടെ കൂടുകൾ, അതിനകത്ത് ആ ഒരു വാത്സല്യമാണ് അല്ലേ ഒരു വ്യക്തമാക്കുന്നത്. അല്ല അങ്ങനെ അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറൈറ്റിയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന വളരെ മനോഹരമായ ഒരു ഇതാണ്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കുന്നത്, ചാർലി എന്ന മൂവിയിൽ ചിത്തിര തിര ഒത്തിരി തിര, ആ തിരകളുടെ ഒരു തിരമാല തന്നെയാണ് അത്. ആ ഒരു സാഹചര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൽപ്പന ചേച്ചി അതിനകത്തൊരു എന്താ പറയുക ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചാർലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ദുൽഖർ സൽമാൻ ചെയ്തേക്കുന്നത് വളരെ ഒരു ഇങ്ങനെ സഞ്ചാരിയാണ്. എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഡയറക്ടറുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. എങ്ങനെയാണ് അതിനകത്ത് തിരകളുടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ളിൽ വല വീശുന്ന വെള്ളിമേഘം വല വീശുന്ന അകലെ എന്നുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. തിങ്കൾ തോണി കാണുന്നില്ല. ആ ഒരു രീതിയിലാണ് ആ സോങ്. സന്തോഷം എങ്ങനെയാണ് ആ സോങ് എങ്ങനെയാണത് മേക്ക് ചെയ്തത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. അതായത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സംവിധായകൻ പറയും ഇന്നതാണ് കഥയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നു, അതെവിടെയാണ് സംഭവിക്കുന്നത്, ഏതൊരു ഇതിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രചയിതാവിൻ്റെ ഒരു ഭാവനയാണല്ലോ. പിന്നെ ഈണം, ഗോപിസുന്ദറിൻ്റെ ഈണം, അതിനകത്ത് അങ്ങനെ ഒരു ഈണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ രാത്രിയിലാണ് തോണിയിലാണ് എന്നൊക്കെയുള്ള സംഭവത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പാട്ടാണ് അത്. ഡയറക്ടർക്ക് അതിൻ്റെ പാട്ടിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ പാട്ട് ഇതാവുന്നു. അത്ര അല്ലാണ്ട് അതിനകത്ത് കൂടുതലായിട്ട് പറയാനായിട്ട് കഥകളൊന്നുമില്ല. പക്ഷെ അത് അതിനകത്ത് ആ തിരകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അത് രാത്രിയിലെ ആ തിരകൾ എന്തായിരിക്കും എന്നാണ്. ചിത്തിരത്തിര എത്തി രാത്തിര മുത്തെറിയുന്ന തിര. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് പിന്നെ ആ ഒരു സൗണ്ടിങ്ങും എല്ലാം കൊണ്ട് അത് ബന്ധപ്പെടുത്തി എടുക്കുന്ന ഒരു ചിത്തിരത്തിര എത്തിരാത്തിര, അങ്ങനെ അതൊരു റൈമിങ്ങിൽ നിൽക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയതാണ്. അപ്പൊ അത് പിന്നെ അത് ഈ രാത്രിയിൽ ആ തിരകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് അത് എഴുതിയെന്ന് മാത്രം. സന്തോഷിൻ്റെ എഴുതിയിൽ ഇപ്പം ഒരുപാട് സംഗീത സംവിധായകരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ എഴുത്തനുഭവങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു അതിൻ്റെ ഓർമ്മകളെക്കുറിച്ചൊന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു. അതായത് ഞാൻ സിനിമയിൽ ആദ്യം എഴുതുന്ന പാട്ട് മുതൽ ഒരുപാട് പാട്ടുകൾ
എല്ലാം തന്നെ ഭൂരിഭാഗം 10-400 പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 350-ലേറെ പാട്ടുകൾ ട്യൂണിട്ട് എഴുതിയ പാട്ടുകൾ. ട്യൂൺ ഇടാതെ എഴുതിയ ശേഷം കമ്പോസ് ചെയ്ത പാട്ടുകളുണ്ട്. അത് കൂടുതലും ചെയ്തിട്ടുള്ള ബിജുപാലിൻ്റെ ഒപ്പമാണ്. അങ്ങനെ ഞങ്ങൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഞാൻ കൂടുതലും ബിജുപാലിൻ്റെ ഒപ്പം, പിന്നെ എം ജയേന്ദ്ര ചേട്ടൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്, രഞ്ജിൻ രാജിൻ്റെ ഒപ്പം ചില പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പല പാട്ടുകളും പല രീതിയിലായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക. വിദ്യാജിയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്, അത് ട്യൂണിട്ട് അദ്ദേഹം ട്യൂണിട്ടിട്ടാണ് ചെയ്യുക പതിവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ജെറി മാസ്റ്റർ, പൂക്കൾ പണിതീർ പൂക്കൾ. അപ്പോൾ അതൊക്കെ എല്ലാം ഓരോരോ അനുഭവങ്ങളാണ്. കാര്യം നമുക്ക് ചിലരിൽ നിന്ന് ചിലത് പഠിക്കാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർമാരിൽ നിന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എനിക്കിപ്പോൾ ഞാനൊരു രണ്ടാമത്തെ ഒക്കെ സിനിമ എൻ്റെ പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമ ഞാൻ രണ്ടാമത് റാഫി മെക്കാർട്ടിൻ സിനിമ. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് മെക്കാർട്ടിൻ ചേട്ടൻ എനിക്ക് നല്ലൊരു ഉപദേശം, ഈ പാട്ടെഴുത്തിൽ ഞാനിപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു സംഭവം. അതായത് ഇതിൻ്റെ ഒരു താളം, ഇതിൻ്റെ ഒരു ആക്സെന്റ്, അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഓരോരുത്തരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പാട്ടുകളിൽ മികച്ച രീതിയിൽ എഴുതാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ഓരോന്നാണ്. ഇപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു സിനിമയുടെ പാട്ടുകൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതിൻ്റെ സിറ്റുവേഷൻ, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ഷൂട്ട് ചെയ്യുന്ന രീതി തന്നെ. അപ്പോൾ വളരെ ചടുലഗതിയിൽ നീങ്ങുന്ന വിഷ്വൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡാൻസ് പാട്ടാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു മ്യൂസിക്കൽ പേസ്, അതിൻ്റെ ഒരു ടെമ്പോ, ഭയങ്കര ടെമ്പോ ഉള്ള പാട്ടാണ്. ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും കാണുന്നില്ലേ, വളരെ ടെമ്പോ കൂടിയ പാട്ടിലാണെങ്കിൽ അതൊരിക്കലും എഴുതിയിട്ട് ട്യൂൺ ചെയ്താൽ ചിലപ്പോൾ അത്രയും നമുക്ക് രസകരമാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് സങ്കേതങ്ങൾ വളർന്നു, വിഷ്വൽ എല്ലാം വളർന്നു, ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറുരാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പാട്ടുകളുടെ ഒരു രീതി മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് താളം എല്ലാം ഫിക്സ് ചെയ്തിട്ട് വരുമ്പോൾ എപ്പോഴും ആദ്യം ട്യൂണായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ചെയ്ത ഒരു പാട്ടാണോ ഈ ബാംഗ്ലൂർ ഡേയ്സിലെ? ബാംഗ്ലൂർ ഡേയ്സിലെ എല്ലാ പാട്ടുകളും ട്യൂണിട്ട് എഴുതിയത്, എല്ലാ പാട്ടും ട്യൂൺ ആദ്യം ഇട്ടിട്ട് എഴുതിയ പാട്ട്. കാരണം അത് ഈ ആ റൈറ്റിൽ തന്നെ റൈറ്റ് ഭയങ്കര വേർഡിങ്സ്, തുങ്കനാനാന അല്ലേ, തുടക്കം. അത് പലപ്പോഴും പലരും തെറ്റി പറയുന്ന ഒരു കാര്യമാണ്. അതായത് തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം ധും തനാനേന എന്നാണ്. വെറുതെ ട്വിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ധും തനാനേന എന്ന് ആണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് കേൾക്കുന്നതല്ല, പാടിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. അത് ആൾക്കാർ പല രീതിക്ക് പറഞ്ഞ് മാറ്റിയിരിക്കുന്നതേ ഉള്ളൂ. അതായത് തന്തുനാനേന എന്നുള്ളതിനെ ധും തനാനേന എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് അതിനെ മറിച്ചിട്ടിട്ട് അതിന്റെ ആ മീനിങ്ങിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ധും തനന, മറ്റേ സ്വപ്നപുരജ പോലെ അതിൻ്റെ അതേപോലത്തെ ആ ധും തനയന അല്ലേ, അതിൻ്റെ 2 ലൈൻസ് ഒന്നും മുഴുവൻ വേണ്ട, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ട. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കരിമ്പഴിയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം ധും തനാനേന. ഒരുപാട് സംഗീത സംവിധായകരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബിജുപാലിൻ്റെ കാര്യം പറഞ്ഞു. ഈ എന്താ പറയുക, ലാൽജോ സാറിൻ്റെ ഒരു മൂവിയിലെ മഴനില കുളിരുമായി, അത് എങ്ങനെയാണ് കണക്റ്റ് ആയേക്കുന്നത്? അത് എങ്ങനെയാണ് അതും ഈ പറഞ്ഞ പോലെ പാട്ട് എഴുതിയിട്ട് ചെയ്തതാണോ അതോ അല്ല മ്യൂസിക് ചെയ്തിട്ട്? അല്ല, അതൊക്കെ ആദ്യം ട്യൂൺ ഉണ്ടായതിനു ശേഷം എഴുതിയാണല്ലേ. മഴനില കുളിരുമായി വീശും. ഇപ്പം നേരത്തെ സന്തോഷം പറഞ്ഞില്ലേ, ഇപ്പം എന്നാ ജെറി അമൽദേവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു താളത്തിനൊത്ത ഇന്ന രീതിയിൽ കട്ട് ചെയ്യണം, അങ്ങനെ അത് ആ ഒരു രീതി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? വീശും തൂവൽ പക്ഷി അല്ലേ, പെട്ടെന്നൊരു കട്ട അവിടെ വരുന്നുണ്ട് അല്ലേ, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഏത് ട്യൂണാണെങ്കിലും അങ്ങനെ എഴുതാനാണ് ശ്രമിക്കുക. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അതിൻ്റെ ട്യൂൺ എന്താണോ ആ ട്യൂണിനകത്ത് കൃത്യമായിട്ട് നിൽക്കുന്ന രീതിയിലും അത് പാടുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പാടാൻ പറ്റുന്ന രീതിയിലും, എന്നാൽ ഈ പറയുന്ന ആശയങ്ങളെല്ലാം കൺവേ ആവണം, ഒപ്പം സിറ്റുവേഷനുമായിട്ട് ബന്ധം ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പാട്ടും എഴുതുന്നത്. അപ്പോൾ സംഭവം ഒരു പാട്ടിനും അത്
മാറ്റി വയ്ക്കാറില്ല നമ്മൾ. അത് ചെയ്യുന്ന രീതിയിലായിരിക്കും. അല്ല, നേരത്തെ താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. കാരണം ഇങ്ങനെ അത് അവർക്ക് പാടാൻ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന രീതി. ആ സന്തോഷം, ആ സോങ് ഒന്ന് പാടാം ഒരു ലൈനൊന്ന്. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റി വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമേ നെഞ്ചിൽ നീ. വളരെ നന്നായിട്ടു. അതിനകത്ത് ആ സെക്കൻഡ് ലൈന് വരാതെ അത് പെട്ടെന്ന് ഒരു കട്ടിങ് ഉണ്ട് അവിടെ. അത് സംഗീതം അറിയുന്നതുകൊണ്ടാണ് കൂടുതൽ എഴുതാൻ ഈസി ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, അത് തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അങ്ങനെ ചിന്തിച്ച് തന്നെയാണ് എഴുതുന്നത്. ഇത് പാടിയാൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ തന്നെ അപഗ്രഥിച്ച് പഠിച്ച് പാടി നോക്കിയ ശേഷമാണ് നമ്മൾ വരികൾ അവർക്ക് കൈമാറുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ലാതെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നു. അതങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പാട്ട് ഓക്കെ ആവുന്നത്. പാടിയാൽ അങ്ങനെ വരും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ട്യൂൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ട്യൂണിൽ ഞാൻ എഴുതിയ വരികൾ ഞാൻ തന്നെ പാടി നോക്കും. അപ്പോൾ അത് അറിയാലോ. കഴിഞ്ഞത് കല്ലുകടി ഉണ്ടാവില്ല കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതുള്ളൂ. അത് ഇതുകൊണ്ടാണ് കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻബോൺ ഇത് താളത്തിൽ നമുക്കുള്ളതുകൊണ്ട് മ്യൂസിക്കലി ഒരു ഇതുള്ളത് കൊണ്ടും നമുക്ക് അതിനെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഈ ആഷിഖ് കപൂറിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, സോൾട്ട് ആൻഡ് പെപ്പറിൽ. അതിലെ ഒരു പാട്ട് എൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു പാട്ടാണ് കാണാമുള്ളാലുണ്ണീരം. അതും വളരെയധികം നല്ലൊരു ഹിറ്റായ ഒരു മൂവിയാണ്. എനിക്ക് അതിനകത്ത് ആദ്യത്തെ അതും രസമാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പ്രണയം സന്തോഷം എഴുതുമ്പം അതിനകത്ത് വിരഹവും മിക്സ് ചെയ്ത് കൊണ്ടിട്ടാണ് എഴുതുന്നത്, അല്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിരഹം കൂടി ചേർന്നിട്ടുള്ള ഓരോ പ്രണയഭാവങ്ങളും വിരഹം കൂടി വരുമ്പോഴാണ് അത് മധുരമാവുന്നത്. സന്തോഷം ഒരുപാട് ആൾക്കാരുടെ കൂടെ, ഒരുപാട് സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പാഠത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സിനിമയായിട്ടും സിനിമേതര ഗാനങ്ങളായിട്ടും ഒരുപാട് നല്ല സംഗീത സംവിധായകർ, സീനിയറായിട്ടുള്ള സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ജയ മാസ്റ്ററാണ്. അദ്ദേഹത്തിനൊപ്പം സിനിമയിലല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുള്ള അദ്ദേഹമായിരിക്കും. അതായത് 100 മീതെ 100-130 പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്യുകയും അദ്ദേഹം തന്നെ പാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷെ അയ്യപ്പ ഭക്തിഗാനങ്ങളായിട്ട് ഈ സ്റ്റൂസിൻ്റെ തിരുവാഭരണം എന്ന് പറയുന്ന സീരീസ് വളരെ കാലം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒത്തുള്ള ഓരോ കമ്പോസിങ്ങുകളും ഓരോ യാത്രകളും അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളായിട്ട് ഞാൻ കരുതുന്നു. ഒരു കാലത്തും നമുക്ക് മറക്കാൻ കഴിയില്ലാത്ത കുറേ അനുഭവങ്ങൾ അത് തന്നിട്ടുണ്ട്. ഒരുപാട് പാട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു 130 മീതെ പാട്ടുകൾ എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അതുകൂടാതെ ഒരു 25 പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. ഞാൻ ഓർക്കസ്ട്ര ചെയ്തു. അങ്ങനെ ഒരു നല്ല അനുഭവമുണ്ട്. പിന്നെ സീനിയറായിട്ടുള്ള സംഗീത സംവിധായകരിൽ ജെറിയ മൽദേവ് സാറാണ്. അദ്ദേഹമായിട്ട് ഞാൻ ചെയ്ത പാട്ടാണ് പൂക്കൾ പനിനീർ പൂക്കൾ. അപ്പോൾ അതിനുശേഷം പല സിനിമ ഇതര ഗാനങ്ങളും ഞങ്ങൾ അദ്ദേഹമായിട്ട് സാറുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 1-2 സിനിമകൾ ചെയ്തുവെങ്കിലും അത് ആ സിനിമകൾ പ്രൊജക്റ്റ് നടക്കാത്തത് കാരണം അങ്ങനെ നിന്നുപോയ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് ഇത് സാറുമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ജെറിയ മൽദേവ് സാറുമായിട്ട്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മലയാളത്തിലെ ഒരുപാട് സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതെല്ലാം തന്നെ ഭാഗ്യം എന്ന് മാത്രം കരുതുന്നു. നല്ലൊരു അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോരോ പാഠങ്ങൾ അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയും. ഈ ഒരു സന്തോഷ് വർമ്മ ടച്ച് കൊണ്ട് ഈ പൊടിമീശ മുളയ്ക്കുന്ന കാലം, അത് ആ ഒരു പാട്ട് എഴുതാനുണ്ടായ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു ബാല്യത്തിൻ്റെ ഒരു കൗമാരത്തിൻ്റെ ഇതിലേക്ക് കിടക്കുന്ന ഒരു അത് തീർച്ചയായിട്ടും മറ്റൊന്നുമില്ല. കാര്യം നമ്മൾ എന്തെഴുതുന്നുണ്ടെങ്കിലും അത് സിനിമയുടെ ഡിമാൻഡാണ്. കാര്യം സിനിമയിലെ ആ ഒരു കഥ, ആ കഥ എന്ന് പറയുന്നത് 2 യുവാക്കൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ഒരു കൂട്ടുകാരാണ്, പാവ. അതാണ് സിനിമ. അപ്പോൾ അതിലെ ആ ഒരു പാട്ടിനെ കുറിച്ച് എനിക്കുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ വളരെ വ്യക്തമായ രീതിയിൽ എന്താണ് വേണ്ടത്, എന്താണ് ഈ പാട്ടിൽ വേണ്ടത് എന്നുള്ളത് വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്നു. അത് നല്ലൊരു ഈണം അതിനുവേണ്ടി ഉണ്ടായിരുന്നു. ആ നല്ല ഈണം ആനന്ദ മസൂദനായിരുന്നു മ്യൂസിക് ഡയറക്ടർ, സൂരജ് ആയിരുന്നു ഡയറക്ടർ.
അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ടോടു കൂടി എനിക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞൊരു പാട്ടാണ്. ഞാൻ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ പാട്ട് അവരുടെ കൂടെ തന്നെ ഇരുന്ന് തന്നെ എഴുതിയൊരു പാട്ടാണ് പൊടിമീശ് മുളയ്ക്കുന്ന കാലം. അത് പിന്നെ അത് പി ജയചന്ദ്രൻ ജയേട്ടൻ പാടിക്കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ ആ പാട്ടിൻ്റെ മാറ്റ് വർദ്ധിച്ചു. പിന്നെ അത് സൂരജ് മനോഹരമായിട്ട് അത് വിഷ്വൽ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ആ പാട്ട് വളരെ മനോഹരമായി നന്നായിട്ട് ഹിറ്റായി പാട്ട്. അതുപോലെ തന്നെയാണ് ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്തേക്കുന്ന സോൾട്ട് ആൻഡ് പെപ്പറിലെ സോങ്, അതും വളരെ മനോഹരം. അതിനകത്ത് ചില നമുക്ക് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അറിയില്ല, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അനുപല്ലവി നമുക്ക് പെട്ടെന്ന് അതിനകത്ത് ആ നിരണിഞ്ഞു മാത്രം വളരുന്ന വല്ലി പോലെ മിഴുനിലവിൽ പൂവണിയും വസന്തമാണ് രാഗം. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് എഴുതിയ വരികളാണ്. അതായത് അതിനും അനുപല്ലവി വളരെ പെട്ടെന്ന് അത് ഭയങ്കരമായ ഫീൽ ചെയ്യും. കാരണം അത് അത്രയും മനോഹരമായ ഒരു ട്യൂണാണത്. അപ്പോൾ അതെനിക്കത് വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ വർഷങ്ങൾ ഒരുപാടായല്ലോ, 2011 2011 ഞാൻ ആ പാട്ട് എഴുതുന്നത്. 2011 അതിൻ്റെ വിഷ്വലൈസേഷൻ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാമുള്ളിൽ ഒരു നിറും അത് ഈ നൊമ്പരവും അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ഇപ്പം പഴയകാല സിനിമകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പഴയകാല പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ പാട്ടിന് കൂടുതൽ പ്രസക്തി ഉണ്ടോ, 8ഉം 10ഉം പാട്ടുകളുണ്ടായിരുന്ന. ഇപ്പം അതിൽ നിന്ന് കുറഞ്ഞു വന്നു. വേണം പാട്ടില്ലാതെയും ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്. അതിനെ സിനിമയിൽ പാട്ടിനുള്ള പ്രസക്തിയെക്കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തും? സിനിമയിൽ പണ്ട് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കവിതകൾ, അത് ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നൊരു കാലം പണ്ടുണ്ടായിരുന്നു. അതായത് പണ്ട് ഒരു പ്രൊഡ്യൂസർ വരുന്നതിന് നമുക്ക് 10 പാട്ടുള്ള സിനിമ എടുക്കാം. അപ്പോൾ അന്നത്തെ മീഡിയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പഴയ പാട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പഴയ പാട്ടുകളും കണ്ടാൽ നമുക്കറിയാം ഒറ്റ സ്ഥലത്ത് വെച്ച് തന്നെ ചിത്രീകരിച്ചിട്ടുള്ള പാട്ടുകളായിരിക്കും, നല്ല കവിതകളായിരിക്കും, നല്ല സംഗീതമായിരിക്കും. അത് അങ്ങനെ ജനങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടായത്. പിന്നെ ഈ പാട്ടുകളുടെ ഒരു രീതി, അപ്പോൾ അത് ജനങ്ങളെ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളൊരു മാർഗമായിരുന്നു അന്ന്. നമുക്ക് ഈ പറഞ്ഞ പോലെ വിവര സാങ്കേതിക വിദ്യ ഇത്രയും ഇന്നത്തെ കാലത്തെ പോലെ വളർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ സിനിമ കാണാൻ വരും. അപ്പോൾ അതാണ് അന്നത്തെ ഒരു ഇത്. അതിനുശേഷം ഈ പാട്ട് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കുന്ന രീതികൾ മാറി. അതായത് ഒരു നായകൻ ഒരിടത്ത് നിന്ന് പാടുന്ന ഒരു പാട്ട്, അത്തരത്തിലുള്ള പാട്ടൊക്കെ വളരെ വിരളമായി സിനിമയിൽ. കാലം പോകെ അത് വളരെ മാറിക്കൊണ്ടിരുന്നു. സിനിമയുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് പാട്ടിൻ്റെ സ്വഭാവം മാറി, അതിന് ചിത്രീകരണ സ്വഭാവം മാറി. അപ്പോൾ അതെല്ലാം മാറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പാട്ടുകൾ പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വിഷ്വൽസ് അവിടെ കാണിക്കണം. അതിനുവേണ്ടി വളരെ വ്യക്തമായി പ്ലാൻഡായിട്ട് മാത്രമേ ഇപ്പോൾ പാട്ട് ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ കൊമേഴ്സ്യൽ സിനിമകളിലൊക്കെ ചിലപ്പോൾ പാട്ടുകൾ, ഡാൻസ്, അതിന് വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെ വരാറുണ്ട്. അല്ലാതെ സംവിധായകരെ പാട്ടിന് ഉപയോഗിക്കുന്ന രീതി മാറി. ഇപ്പോൾ നായകനും നായികയും കൂടി പാടുന്ന പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ കൊമേഴ്സ്യൽ സിനിമയുടെ ഘടകമായി മാറി. അതല്ലാതെയുള്ള സിനിമകൾക്ക് കൊമേഴ്സ്യൽ തന്നെ ആണെങ്കിൽ പോലും അതിനെ ഈ പാട്ടുകൾ എങ്ങനെ തങ്ങളുടെ സിനിമയിൽ വരണം എന്ന് ചിന്തിക്കുന്ന സംവിധായകർ അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങി. അവരുടെ കഥ പറയാനുള്ള ഒരു ഉപാധിയായിട്ടും പിന്നെ സിനിമയുടെ പ്രൊമോഷനുള്ള ഒരു മാർഗമായിട്ടും ഒക്കെ അത് വീണ്ടും കടന്നു വന്നു. അത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല പല പുതിയ മീഡിയകളിലും ഇതിനെ അവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയായി പാട്ട് മാറി. അപ്പോൾ ടോട്ടലി എണ്ണം കുറഞ്ഞു പാട്ടുകളുടെ. ആ പാട്ടിൽ ഉപയോഗിക്കുന്ന രീതി മാറി. അപ്പോൾ 10 പാട്ടിലൊന്നും ആവശ്യമില്ല. പിന്നെ അത് സംഗീത ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗീതകാരൻ്റെ ഒരു ഗായകൻ്റെ പടം ആണ്. അപ്പോൾ അതിനകത്ത് പാട്ടുകൾ വേണം. അപ്പോൾ 5-6 പാട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ 8-10 പാട്ടുകളുണ്ടാവും. അങ്ങനത്തെ ആ ഒരു കാലം മാറിയതനുസരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്നു മുതലാണ് പാട്ടെഴുതി തുടങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചു. ആരാണ് ഇഷ്ടപ്പെട്ട ഒരു ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ഗുരു വേണമല്ലോ, ഇഷ്ടപ്പെട്ട ഒരു കവി, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആദ്യം കേട്ടു തുടങ്ങിയത് ഈ നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളുമൊക്കെ ആകാശവാണിയിൽ കൂടി കേട്ടാണ് നമ്മൾ ഇതുമായിട്ട് ഗാനം എന്ന് പറയുന്നൊരു മേഖലയായിട്ട് പരിചിതമാകുന്നത്. അപ്പോൾ കവിത എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ഗൗരവപരമായിട്ട് നമ്മൾ സമീപിക്കേണ്ട ഒരു ഇതാണ്. സിനിമാ ഗാനം എന്ന് പറയുന്നത് ലളിതമായ കവിത തന്നെയാണ് എപ്പോഴും. അപ്പോൾ ആദ്യം ഞാൻ കേട്ടു തുടങ്ങിയത് അതായതുകൊണ്ട് കൂടുതലും എനിക്കിഷ്ടം ഈ സംഗീതം ചേർന്ന കവിതയാണ്. അതായത് ഗാനങ്ങളായിരുന്നു എനിക്ക് എന്നും ഇഷ്ടം.
കവിതയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു കവിതകൾ നിറഞ്ഞ സിനിമാ ഗാനങ്ങൾ എഴുതിയ എല്ലാവരും, നമുക്ക് മുൻപിൽ ഉള്ള എല്ലാവരും, അതായത് മുതുകുളം രാഘവപിള്ള പോലെ മുതൽ നമ്മുടെ ഇപ്പോൾ അവസാനം ഉള്ള ആളുകൾ വരെ, ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് നമുക്ക് ഓരോ ദിവസവും ഓരോന്ന് പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് ഭാസ്കരൻ മാഷിൻ്റെ ഒരു ലാളിത്യം ഉണ്ടല്ലോ, അതായത് അത് ആ കാലത്തെ സിനിമയിലും ഇന്നത്തെ കാലത്തെ സിനിമയിലും ഒരുപോലെ പോകുന്നൊരു ശൈലിയാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലണം എന്നുള്ള പാട്ട് ഏത് കാലത്താണെങ്കിലും ജനപ്രിയമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശൈലിയിൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് കൂടുതൽ പറയാൻ കഴിയും. ഓക്കെ. ആദ്യം ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം. ആദ്യം ഈ വായനശീലം എന്ന് മുതലാണ് തുടങ്ങിയത്? ആദ്യം വായിച്ചു തുടങ്ങിയ ഏതാണ്? അതിനെക്കുറിച്ച്. അതായത് വായിച്ചു തുടങ്ങുക വെച്ചാൽ നമ്മൾ ആദ്യം എപ്പോഴും വായനയിൽ ആദ്യം കുട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രായത്തിൽ എപ്പോഴും നമ്മൾ ചിത്രകഥകളിലായിരിക്കണം തുടങ്ങേണ്ടത്. ഞാനും അങ്ങനെ തന്നെ തുടങ്ങിയത്. അന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് ഒരുപാട് അമർ ചിത്രകഥകൾ ഉണ്ട്. ഇപ്പോൾ പുരാണങ്ങളൊക്കെ വളരെ ക്യാപ്സൂൾ രൂപത്തിൽ ചിത്രീകരണത്തോടെ വളരെ കളർഫുള്ളായിട്ട് നമുക്ക് സമ്മാനിക്കുന്ന അമ്പിളിയം മാമൻ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ചമ്പക്ക്, പൂമ്പാറ്റ, ബാലരമ, അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ പതുക്കെ ഒരിക്കലും ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴും ഞാൻ ഐതിഹ്യമാലയൊക്കെ വായിച്ചു. അപ്പോൾ ആ ഐതിഹ്യമാല എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട്. അതെ, അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ സമ്പത്താണ്. കാര്യം നമ്മുടെ ഒരു സംസ്കാരത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒക്കെ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. ഈ പറഞ്ഞ പോലെ അത് വായിക്കണം, വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോഴും ഞാൻ എടുത്ത് റെഫർ ചെയ്യാറുണ്ട് ഐതിഹ്യമാല. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ പതുക്കെ പുസ്തക വായനയിലേക്ക് തിരിഞ്ഞതും. പിന്നെ ഞാൻ ഭയങ്കര വായനക്കാരനല്ല യഥാർത്ഥത്തിൽ. പലതും, പിന്നെ നാടകങ്ങൾ, അങ്ങനെ പല പല പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോഴും വായിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ സംഘടിപ്പിക്കുകയും വായിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കുറേയൊക്കെ നെറ്റിൽ കിട്ടും. അപ്പോൾ വായനയുടെ ഗതിയൊന്നും മാറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു രീതിയൊന്നും മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നും നമ്മൾ എവരിഡേയും നമ്മൾ ഇതുപോലെ പുസ്തകങ്ങൾ റെഫർ ചെയ്തും അല്ലെങ്കിൽ നെറ്റ് വഴിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം നാടകത്തിനോട് ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ നാടകം ചെയ്യാറുണ്ട്, എന്താണ് ഫ്യൂച്ചർ? നാടകം ഞാൻ വളരെ കാലം നാടകം ചെറുപ്പകാലത്ത് തന്നെ ഒരു 10-14-15 വയസ്സ് വരെ നാടകത്തിൽ സജീവമായിരുന്നു. അതിനുശേഷം പഠനമൊക്കെ ആയിട്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറി ചേർത്തലയിൽ പോയി. അതിനുശേഷം തിരിച്ച് വീണ്ടും തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭാസവേദിയിൽ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും സജീവമായിരുന്നു. അതിനുശേഷം അമച്വർ നാടകത്തിൻ്റെ ഒരു നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു. 2000-ൽ ഒക്കെ അവസാനിക്കുകയും എവിടെയും എല്ലാ ഇടങ്ങളിലും തന്നെ അമച്വർ നാടകങ്ങൾ വളരെ നിർജീവമായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷം 2019 ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് വീണ്ടും ആപ്പിൾ കാർട്ട് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഞങ്ങളൊരു 5-6 നാടകങ്ങൾ ഈ പോയ കാലം കൊണ്ട് അവതരിപ്പിക്കുകയും ഇപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങളതിൽ വളരെ ശ്രദ്ധാപൂർവം വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് വരാനുള്ളത്? പുതിയ സിനിമകൾ ഇറങ്ങാനുള്ളത് ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ ഏതാണ് ആദ്യം, ഇപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിലീസ് ചിത്തിനി എന്ന് പറഞ്ഞ സിനിമ, ഈസ്റ്റ് കോസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റിലീസ് എന്ന് പറയുന്നത്. കുറച്ച് പടങ്ങൾ ഇപ്പോൾ റിലീസായി. ഇനി ഏതൊക്കെയാണ് അടുത്തടുത്ത് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കുറേ പടങ്ങൾ വരാനുണ്ട് അല്ലേ? പിന്നെ അതോടൊപ്പം തന്നെ സന്തോഷം ഫാമിലിയെക്കുറിച്ച്, ഫാമിലി വീട്ടിൽ അച്ഛനും അമ്മയും വളർന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാലും സന്തോഷിൻ്റെ ഫാമിലിയെക്കുറിച്ച്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി, അച്ഛനുണ്ട്. അച്ഛൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, റിട്ടയർഡായി. ഇപ്പോൾ വയസ്സ് 84 വയസ്സായി, അച്ഛൻ 85ആയി. പിന്നെ എൻ്റെ ഭാര്യയും കുട്ടികളും. ഭാര്യ ടീച്ചറാണ്, സ്പെഷ്യൽ സ്കൂൾ ടീച്ചറാണ്, പ്രവിത. പിന്നെ മൂത്തത് മകളാണ് സാമജ, അവൾ 12ൽ പഠിക്കുന്നു. മോൻ ശ്രീരംഗ്, അവൻ ഇപ്പോൾ 8ലായി. അപ്പോൾ അവർക്കും ഈ സംഗീതാഭിരുചി ഉണ്ട് രണ്ടുപേരും. അവളും കുറച്ചൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അവൾക്ക് കവിതാരചനയിലൊക്കെ താല്പര്യമുണ്ട്. മോൻ താളവാദ്യത്തിൽ തൽപരനാണ്, അവർ പഠിക്കുന്നുമുണ്ട്. അത് മോള് പിയാനോ പഠിക്കുന്നുണ്ട്. അങ്ങനെ അവരും പഠനത്തിനൊപ്പം തന്നെ ഈ കലാപരിപാടികളും തുടർന്നല്ലേ. ഇപ്പം തോന്നിയൊരു ക്വസ്റ്റ്യാണ്, ഈ ചില പാട്ടുകൾ എഴുതുമ്പോൾ ഇപ്പോൾ ഹിറ്റാവുമെന്ന് തോന്നുന്നു, അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ ഹിറ്റാകാൻ വേണ്ടി തിരുത്തിക്കൊണ്ട് അങ്ങനെ വരുമോ, കറപ്ഷൻ ചെയ്യുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഹിറ്റാകാൻ വേണ്ടി നമുക്കൊരു പാട്ട് ചെയ്യാൻ പറ്റില്ല. അത് സിറ്റുവേഷൻ നമ്മളെല്ലാ പാട്ടും നന്നാവണം എന്ന വിചാരത്തിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ സിനിമയുടെ ബാക്കിയുള്ള, ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ സിനിമയിൽ പാട്ടില്ലെങ്കിൽ പോലും പാട്ടുകൾ ഹിറ്റായ കാലഘട്ടമുണ്ട്. പടം ഇറങ്ങിയില്ലെങ്കിൽ പോലും ഹിറ്റായ പാട്ടുകൾ നമുക്ക് ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ കുടജാദ്രിയിൽ പോലെയുള്ള പാട്ടുകൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട്
അന്ന് ജനങ്ങളിലേക്ക് ആ പാട്ടിൽ എത്തിയത് കൊണ്ട് അത് ഹിറ്റായ പാട്ടിലാണ്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് ഹിറ്റാവണം എന്ന് പറഞ്ഞ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അത് ഹിറ്റായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചില പാട്ടുകൾ നമുക്ക് ചില മൊമെന്റുകളിൽ നമുക്ക് ഇത് ചിലപ്പോൾ നല്ലോണം ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ ഹിറ്റ് അങ്ങനെയുള്ള പാട്ട് ഏതൊക്കെയാണ്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഷുഗർ ഷോട്ടായിട്ട് ഹിറ്റാവും എന്നുള്ള തോന്നുകയും അത് അതുപോലെ ഫലിക്കുകയും ചെയ്ത പാട്ട് ഒന്ന് തുടക്കം പാങ്കല്യം. അത് ഇതര ഭാഷകളിലും പോയിട്ടുണ്ടല്ലേ? വരികൾ വേറെയാണ്. നമ്മളാണ് പടം ഹിറ്റായ ശേഷം അത് ഡബ് ചെയ്ത വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും സമയം നമുക്കിപ്പം മലയാള സിനിമയ്ക്ക് ഒരുപടി നല്ല ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീ സന്തോഷ് വർമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തോഷവുമായിട്ട് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാലങ്ങൾ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആപ്പിൾക്കാട്ട് എന്ന നാടക ട്രൂപ്പ് അതും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. സന്തോഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് വർക്കുകൾ ജഗദീശൻ ഞങ്ങൾക്ക് നൽകട്ടെ, ഇനിയും അവാർഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.